ഇന്ത്യൻ ഭൂപടങ്ങൾക്ക് ചൈന സാങ്കല്പിക പേര് നൽകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യ. ഇങ്ങനെ പേര് നൽകുന്നത് വഴി ഭൂപ്രദേശങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണെന്ന വസ്തുത മറയ്ക്കാൻ കഴിയില്ല. ഇത്തരം നീക്കങ്ങൾ സമാധാന ശ്രമങ്ങൾ ഇല്ലാതാക്കുമെന്നും ഇന്ത്യയുടെ പ്രതികരണം വരികയാണ്. വിഷ്ണു പ്രസാദ് ചേരുന്നുണ്ട്. വിഷ്ണു, എന്താണ് ഈ വിഷയത്തിൽ ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ നിലപാട് അറിയിക്കുന്നത്? പ്രജീഷ്, ഇന്ത്യയുടെ അധീശത്വത്തിലുള്ള മേഖലകളിൽ ചൈന സാങ്കല്പിക പേരുകൾ നൽകുന്നത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം തന്നെ 2 സ്ഥലങ്ങൾക്ക്, അതായത് ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ അതിർത്തിയിൽ ഉൾപ്പെടുന്ന 2 സ്ഥലങ്ങളെ 2 ജില്ലകളായി ചൈന പ്രഖ്യാപിച്ചിരുന്നു. ഈ ജില്ലകൾക്ക് സാങ്കല്പിക പേരുകളും ചൈന നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹീൻ എന്നും അതോടൊപ്പം തന്നെ ഹെക്കാങ് എന്നുമായിരുന്നു അന്ന് നൽകിയ പേരുകൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യ ഷിൻജിയാങ് എന്ന് പറയുന്ന ഇന്ത്യൻ അധീശത്വത്തിലുള്ള മേഖലയിൽപ്പെട്ട സ്ഥലത്തിന് ഇപ്പോൾ ചൈന നൽകിയിരിക്കുന്ന ഒരു പുതിയ പേര് ആണ് ചർച്ചാ വിഷയമായിട്ടുള്ളത്. സെൻലിംഗ് എന്ന പേര് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം, അരുണാചൽ പ്രദേശിലെ ഭൂപ്രദേശങ്ങൾ ചൈന കൈയടക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ വ്യാപകമായ പ്രതിഷേധങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള നയതന്ത്ര ബന്ധങ്ങൾക്കും വലിയ രീതിയിലുള്ള വിഘാതങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇപ്പോൾ ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മേഖലയിലെ സംഘർഷ സാധ്യതയ്ക്ക് അല്ലെങ്കിൽ ഈ തർക്ക സാധ്യതയ്ക്ക് അയവ് വരുത്താനാണ്. പക്ഷേ ചൈന നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ അത് അത്തരം സമാധാന ശ്രമങ്ങൾക്ക് വിലങ്ങുതടിയാകുമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഇന്ത്യ നൽകുന്നത്. ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾക്ക് പേര് നൽകുന്നത് കൊണ്ട് യാഥാർത്ഥ്യത്തെ മറയ്ക്കാൻ കഴിയില്ല എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ ഈ പാക് ഓക്യുപ്പൈഡ് കാശ്മീർ, അതായത് പാക് അധിനിവേശ കാശ്മീർ ഉൾപ്പെടെയുള്ള മേഖലയോട് ചേർന്ന ചൈനീസ് മേഖലകളിൽ, ചൈനീസ് പ്രദേശങ്ങളിൽ ഈ പുതിയ ജില്ലകൾ രൂപീകരിക്കുകയാണ് ചൈന ചെയ്യുന്നത്. അത്തരം ജില്ലകൾ രൂപീകരിക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഇന്ത്യൻ ഭാഗങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയ ഒരു പൊളിറ്റിക്കൽ മാപ്പ് അല്ലെങ്കിൽ ഒരു ഭൂപടം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ അരുണാചൽ പ്രദേശിലും നമ്മൾ ഇത്തരത്തിലുള്ള നടപടികൾ ചൈനയുടെ ഭാഗത്തു നിന്ന് കണ്ടതാണ്. സമാനമായ രീതിയിലാണ് ഇപ്പോൾ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിന് സമീപത്തും ചൈന നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രജീഷ്. ശരി, വിഷ്ണു ആണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.